ഹായ് ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നുണ്ടല്ലോ ഞങ്ങൾ സ്കൂളിൽ പോകാൻ വേണ്ടി വഴിയിലേക്ക് ഇങ്ങനെ നടന്നു വരുമായിരുന്നേ. അപ്പോഴാണ് അമ്മ പറഞ്ഞു, ഇത് കണ്ടോ, നമ്മുടെ കവുങ്ങിൽ നിന്ന് താഴെ വീണതാണ് ഒരു കിളിക്കൂട്. ഇതിനകത്ത് മുട്ട ഉണ്ടോയെന്ന് അറിയില്ല. മുട്ട പൊട്ടി കിടക്കുന്നതൊന്നും നമ്മൾ കണ്ടില്ല. ഇനിയിപ്പോൾ പുല്ലിൻ്റെ ഇടയ്ക്ക് വീണിട്ടുണ്ടോയെന്ന് പറഞ്ഞുകൂടാ കേട്ടോ. ഒരു മുട്ട ഇരുന്ന പോലെ ഉണ്ട്. ഒരു മുട്ടയാണ് ഒരു കിളി ഇങ്ങനെ അടയിരുന്ന പോലത്തെ ഒരു അല്ലേ. പാവം എന്തോ കുത്തി താഴെ വീണതായിരിക്കും. ഇവിടെ ഇങ്ങനെ പതിവാണ്, എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിളിയുടെ ശബ്ദങ്ങളും എല്ലാം ആയിട്ട് അണ്ണാൻ്റെ കിളിക്കൂട് താഴെ വീടാറുണ്ട്. കമ്മിക്കയിന്ന് അങ്ങനെ ഒരുപാട് കിളികൾ. ഇത് അണ്ണാൻ്റെ കൂടാണോ കിളിക്കൂടാണോ എന്നും അറിയില്ല കേട്ടോ. ദേ അതാ കയറൊക്കെ ഇരിക്കുന്നുണ്ടോ, കാണിച്ച്. കയറൊക്കെ കുഞ്ഞു മഞ്ഞ പ്ലാസ്റ്റിക് കയറൊക്കെ വെച്ചാണ് കേട്ടോ. നല്ല സെറ്റപ്പിലാണ് വീടുണ്ടാക്കിയത്. പക്ഷെ എങ്ങനെയോ പൊട്ടിയിട്ട് പോലില്ല. അതിനകത്ത് മുട്ട ഉണ്ടായിരുന്നോന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ കൂടുകളൊക്കെ വീടാറുണ്ടോ, കിളികളുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അത് നിങ്ങൾ കിളികളെ മേടിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇത്ര നമ്മുടെ മാവിൻ്റെ മണ്ടയിലും ഉണ്ട്. കുറേ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ തത്തമ്മകളാണ് ഏറ്റവും കൂടുതൽ. നമ്മുടെ ഗുവ കഴിക്കാനായിട്ട് എപ്പോഴും ഇവിടെ വരും. പയർമണികൾ കുത്തി തിന്നും. ചിലപ്പോൾ ഈ പയറൊക്കെ പൊട്ടിച്ച് നോക്കുമ്പോൾ അതിനകത്ത് ഒന്നും ഉണ്ടാവില്ല. മുഴുവൻ മണികളും അവർ തിന്നും. അത് കാരണം അതൊക്കെ ആയിട്ട് ഇവിടെ ഭയങ്കര ശബ്ദങ്ങളാണ്. ഇപ്പം തന്നെ ആയിട്ടില്ലേ. ഇത് നമുക്കിത് എവിടെ കൊണ്ട് വയ്ക്കാം ബാ. അല്ലെങ്കിലേ ഇനിയിപ്പോൾ ആ കിളി വന്ന് നോക്കി എൻ്റെ കൂടെ എവിടെ ആ കൊച്ചിപ്പോൾ തൽക്കാലം എവിടെ വെക്കാം. അമ്മ പിന്നീട് എടുത്ത് എങ്ങനെയും കമുകൻ്റെ മണ്ടേന്ന് താഴെ പോയതാ കേട്ടോ. ഇതേ വെക്കടാ. അയ്യോ, കാക്കയൊക്കെ ഉണ്ട്. കാക്കക്കൂടല്ലെന്ന് തോന്നുന്നു. തൽക്കാലം ഈ കുഞ്ഞ് ചെടിയെ വെച്ചിരിക്കുവാണ്. ഇതേ ഇരിക്കണു. അയ്യോടാ പാവം. നമുക്ക് ഇതിനകത്ത് കിളികൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നാളെ വന്നിട്ട് നോക്കാം. ഇതിനകത്ത് വന്നിരിക്കില്ലേ, താഴെ പോയില്ലേ. അത് ആ കുഞ്ഞിനെയും കൊണ്ട് പോയോന്നൊന്നും അറിയില്ലല്ലോ. അല്ല, ചിലപ്പോൾ മുട്ട ഉണ്ടെങ്കിൽ നമ്മുടെ ഈ പുല്ലിൻ്റെ ഇടയ്ക്ക് എല്ലാം വീണ് കാണാം. അങ്ങനെ ചിലപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കുഞ്ഞു മുട്ടകളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെയുള്ള മരങ്ങൾ, കിളിക്കൂടുകൾ കിട്ടാറുണ്ടോ? അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വ്യൂ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ കനാലിലെ വ്യൂ ഒന്ന് കണ്ടേക്കും വരാം. നമ്മുടെ കനാലിനെ പറ്റി നമ്മൾ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വഴി ഇവിടുന്ന് രാവിലെ നോക്കുമ്പോഴുള്ള ആ ഒരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇവിടെ വോക്കിങ്ങിന് ഇറങ്ങുന്നവരുണ്ട്, സായിപ്പ് മദാമമാരും ഉണ്ട്. പൂതത്താൻകെട്ടിലേക്ക് സൈക്കിൾ സവാരി. അതുപോലെ ഞാനെപ്പോഴും ഇങ്ങനെ ടാറ്റയൊക്കെ കൊടുക്കും. അപ്പോൾ അവർക്ക് ഈ കനാലിൻ്റെ വെള്ളമൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അവരിങ്ങനെ ഇതൊക്കെ നോക്കിക്കൊണ്ടാണ് ഇങ്ങനെ പോണേ. അപ്പോൾ നമ്മുടെ കനാലിൻ്റെ ഈ വ്യൂ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ടാറ്റ. നമ്മുടെ വെള്ളമൊക്കെ കണ്ടോ, ശാന്തമായി ഒഴുകുന്നു. ഒരു കിളികളുടെ ശബ്ദം മാത്രമേ ഉള്ളൂ കേട്ടോ. നോക്കി, പലതരത്തിലുള്ള ശബ്ദങ്ങൾ നമുക്ക് ഈ കിളികളുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ശബ്ദങ്ങൾ വരെ കേൾക്കാറുണ്ട്. പിന്നെ ഇവിടെ കാട്ടുകോഴികൾ വരാറുണ്ട് കേട്ടോ. കാട്ടുകോഴികളൊക്കെ ഇവിടെ വരാറുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള കുഞ്ഞു ശബ്ദങ്ങൾ കേൾപ്പിക്കാനൊക്കെ എനിക്കറിയാം. ഇനി ഒരു മോണാക്റ്റായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ, സീ യു.